സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവന്മാർക്കൊന്നും പറ്റത്തില്ല. അവരുടെ സപ്പോർട്ട് വായിച്ച് നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മയില്ല. ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തത്, അങ്ങനെ നിൽക്കുന്നവരല്ല. നിന്റെ വീട്ടിലോട്ട് പോലെ കയറ്റത്തോളമാരാ. പക്ഷെ ഇവർ ഈ പേഴ്സണൽ കാര്യം വെച്ച് മസ്താനി ഇവരെല്ലാം പേഴ്സണൽ കാര്യം വെച്ച് ഇടുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നോറേനെ പറഞ്ഞൊക്കെ ഭയങ്കര ബോറായിപ്പോയി. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷ്മിയെയാണ് ചിലപ്പോ നമുക്ക് തോന്നുക വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതായിട്ട്. കയറിപ്പോയത് രേണുസുഖിനെ ടാർഗറ്റ് ചെയ്താണ്. നിന്ന് നിക്കാൻ പറ്റിയില്ല. എനിക്കൊന്ന് മസ്താനി അപ്പൊ തന്നെ താഴെ വീണ്. ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നല്ല രീതിക്ക് അത് കളിച്ച് പോരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് ബോറൊരു പുള്ളിക്കാരുടെ ഒറിജിനൽ ക്യാരക്ടർ എടുത്ത പുള്ളിക്കാരിക്ക് ഹേറ്റ് വരുന്നത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചു. എനിക്ക് തോന്നുന്നു ഇത് തിരിച്ച് ലാലേട്ടൻ അവർക്ക് നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് ഞാൻ വെയിറ്റ് ചെയ്തൊരു എപ്പിസോഡിന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് വാണിംഗ് എന്നൊക്കെ പറയത്തേ ഉള്ളായിരിക്കും. അയാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ആവുന്ന ഒരു ഹേർട്ടിങ് രേണുസുധിക്ക് സഹിക്കാൻ പറ്റുന്നതാണ് ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത്. പുള്ളിക്കാരിക്ക് പറ്റത്തില്ല. കാരണം അവർ അത്രയുമാണ് അതിലിങ്ങനെ മെന്റലി ഒരു ഹസ്ബൻഡ് മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ രേണുസുധി ഇങ്ങനെ കൊല്ലാൻ അവർ ഹസ്ബൻഡിനെ കൊന്നോ. നമ്മ ഗോസിപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ചർച്ച എന്താണ് വീട്ടിൽ കയറ്റാൻ ആരെയാണ് കൊള്ളാവുന്നത്? ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് പൊക്കോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസിലെ നിന്നെ ഇന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് നമ്മുടെ ലെസ്ബിയൻ കപ്പിളായ നോറയോട് നൂറ ആദിലിനോട് പറഞ്ഞത്. അത് വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് തോന്നുന്നത് ഇപ്പൊ അത് കണ്ടിട്ട്? അത് മൊത്തത്തില് അവര് നല്ല രീതിയിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പോ മൊത്തത്തില് നമുക്കൊരു സംശയം വരും, ഇത് ആരെയൊക്കെയാണ് ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നൊക്കെ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് മാത്രമല്ല, ഇങ്ങനെ പറഞ്ഞു സ്വന്തം കാലിൽ നിൽക്കുന്നതാണെങ്കിൽ ശരി, അവർ സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. രണ്ടുപേരും പണിയെടുത്താണ് അവരാരെയൊന്നും മേളില്. പക്ഷെ ഈ പറഞ്ഞ ആളുടെ ബാക്ക്ഗ്രൗണ്ട് ഡിവോഴ്സ്ഡ് ആണ്, അച്ഛനുമായിട്ട് മിണ്ടാറില്ല. എന്നിട്ടാണ് ബാക്കി ഫാമിലിയെ പറ്റി. അപ്പൊ അച്ഛൻ ഒരു മോളോട് മിണ്ടിയില്ലെങ്കിൽ അപ്പൊ ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത്? എനിക്ക് ആ ഒരു രീതിയോട് എനിക്ക് അത്ര യോജിപ്പില്ല. ഇപ്പൊ നമ്മള് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളാണ്. നമ്മളെല്ലാരും ഫിൽട്ടർ ചെയ്തിട്ടാണല്ലോ നമ്മൾ പുറത്തേക്ക് ഒരു കാര്യം പറയുന്നത്. ചിലര് ഫിൽട്ടർ ചെയ്യാതെ എടുത്തടിച്ച പോലെ നമ്മൾ പറയും. ഇപ്പോ ആദില നൂറേനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഇഷ്ടത്തിന്റെ പുറത്ത് അവരിങ്ങനെയാണ്, അതിന് അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിർബന്ധിച്ച് വെറുതെ ഓരോ ലൈഫ് വെറുതെ സ്പോയിൽ ചെയ്യുന്നതിന് പകരം അവരുടേതായിട്ടുള്ള ലൈഫ് വളരെ ഭംഗിയായിട്ട് അവർ നയിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ, എനിക്കും അറിയാം, ഏഞ്ചലിനും അറിയാവുന്ന. അതെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ആൾക്കാർ അവരത്ര ഭംഗിയായിട്ടാണ് അവരുടെ ലൈഫ് ഒരു പെണ്ണും പെണ്ണും ഇത്രയും സ്നേഹിക്കാൻ പറ്റും എന്ന് കാണുന്നത് തന്നെ ഞാൻ അവരുടെ ഒരു ഈ ആണും പെണ്ണും ഒക്കെ ഇപ്പൊ സ്നേഹിക്കുന്നത് ഒന്നെങ്കിൽ അവൻ ചീറ്റ് അല്ലെങ്കിൽ അവള് ചീറ്റ്, ലോയൽറ്റി ഇല്ല. പക്ഷെ ഇത്രയും വർഷമായിട്ട് അവര് +1 തൊട്ടേ അവര് റിലേഷൻഷിപ്പാണ്. ഇത്രയും വർഷമായിട്ട് അവർക്ക് തമ്മിൽ മടുക്കുന്നില്ല. ഇപ്പൊ ചില റിലേഷനിൽ ആൾക്കാർ പറയാം നമുക്ക് മടുത്തു. പക്ഷെ ഇവരിപ്പോഴും സ്റ്റിൽ അങ്ങനെ നിൽക്കുമെങ്കിൽ അവർ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷ്മിയെയാണ് ചിലപ്പോ നമുക്ക് തോന്നുക വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതായിട്ട്. കാരണം പക്ഷെ അത് അല്ല, എനിക്ക് ഏഞ്ചൽ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോടാണ് എനിക്ക് എതിർപ്പ്. കാരണം അത് ലക്ഷ്മി അങ്ങനെ ആയതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരാള് ഹേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ഇപ്പം അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അതുകൊണ്ട് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊടുത്തത്. ആ ഒരു കാര്യത്തോട് പറയുമ്പോഴാണ് എനിക്ക് അതിനകത്ത് ദേഷ്യം വരുന്നത്. അല്ലാണ്ട് ലക്ഷ്മി അച്ഛനുമായിട്ട് മിണ്ടാത്തതോ അല്ലെങ്കിൽ ലക്ഷ്മി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളതോ ഇതൊന്നും ഒരാളുടെ പേഴ്സണൽ കാര്യം, ഫാമിലി കാര്യം പറയുമ്പോ നമുക്കുണ്ട് സ്വന്തമായിട്ട് ഫാമിലി. തിരിച്ച് നോറയ്ക്കത് പറയാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പറയാത്തത് മേ ബി ആ കുട്ടിയുടെ മുഖം കണ്ടായിരുന്നു അത് പറഞ്ഞ സമയത്ത്. അവര് തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷേ ഒരാളുടെ വീക്ക്നെസ്സിൽ കയറി പറയുക എന്ന് പറയത്തില്ലേ, എനിക്ക് തോന്നുന്നു ഇത് തിരിച്ച് ലാലേട്ടൻ അവർക്ക് നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് ഞാൻ വെയിറ്റ് ചെയ്തൊരു എപ്പിസോഡിന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് വാണിംഗ് എന്നൊക്കെ പറയത്തേ ഉള്ളായിരിക്കും. അതായത് അവർക്ക് എപ്പോഴും മുഖ്യം കണ്ടന്റ് ആണ്. ബിഗ് ബോസിന് കണ്ടന്റ് കിട്ടണം. ഇപ്പൊ ഇത് നല്ലൊരു കണ്ടന്റാണ്. നമ്മളിപ്പോ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് അതവിടെ തീ പിടിച്ചതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയയിൽ അതൊരു തീയായിട്ട് പടർന്ന് പിടിച്ചതുകൊണ്ട് മാത്രമാണ് റേറ്റിംഗ് കയറുന്നത്. അതെ, അവര് ലാസ്റ്റ് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ വന്നിട്ട് ഫയർ ചെയ്യുന്നു. ഫയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകും.
ആവുന്നു. അപ്പൊ നമ്മൾ കൈയടിക്കുന്നു, സോഷ്യൽ മീഡിയ മൊത്തം ആഹ്ലാദിക്കുന്നു. പക്ഷെ ഇതൊക്കെ അവരുടെ മനസ്സിലെപ്പോഴും കാണും. അല്ലെങ്കിൽ നാളെ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ക്ലിപ്പുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നാളെ നൂറയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവര് ചിലപ്പോൾ സമാധാനത്തോടു കൂടിയിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ക്ലിപ്പ് കണ്ടാല് അവർക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം വേറെ തന്നെയായിരിക്കും. അപ്പം അതിലാന്ന് നൂറാന്നല്ല, നമുക്ക് ആർക്കായാലും കാണുമ്പോ എനിക്ക് കണ്ടപ്പോ എനിക്ക് വിഷമം വന്നു. ഞാൻ ബിഗ് ബോസിന്റെ ഒന്നും ഞാൻ ഷെയർ ചെയ്യാത്തതാ. ഇന്ന് ഒരു വ്ളോഗർ ഇങ്ങനെ ഇത് ഇട്ടപ്പോഴേക്കും ഞാൻ ജസ്റ്റ് അത് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കേട്ടപ്പോഴേക്കും എനിക്ക് ലക്ഷ്മി ഭയങ്കര ഒരു ആ വ്ളോഗറും അത് തന്നെ അതിനകത്ത് പറയുന്നത് ഒരു സാമൂഹ്യദ്രോഹിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് ഒരു ഫാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതോടെ അങ്ങ് പോയി. എനിക്ക് ഞാൻ ഇതുവരെയായിട്ടും ഈ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സ് കുറയുന്ന ഇപ്പോഴത്തെ ബിഗ് ബോസ് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്തത്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ലക്ഷ്മി ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കണ്ടസ്റ്റന്റ് ഇതിനകത്തുണ്ടായിരുന്നു. ഇവരുടെ വിചാരം വൈൽഡ് കാർഡിൽ പോയതല്ലേ, അവർക്ക് ഹേറ്റ് ആയിരിക്കും ലെസ്ബിയൻ കപ്പിൾ. പക്ഷെ സത്യം പറഞ്ഞ എപ്പിസോഡിൽ അവർക്ക് നേരത്തെ ഹേറ്റ് ഉണ്ടായിട്ട് അവർക്കിപ്പം ഇഷ്ടങ്ങളാണ് ആൾക്കാർക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ കയറിയതിനു ശേഷം. കാരണം ഇതോടുകൂടി കുറച്ചുകൂടി ഇഷ്ടമായിട്ടുണ്ട് ആൾക്കാർക്ക്. അത് അവർ തന്നെയാണ് ഒരു ഫാൻ ബേസ് ഒരുക്കി കൊടുത്തത്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ആൾക്കാർക്ക് കഴിഞ്ഞ ബിഗ് ബോസ് എന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മനസ്സിലാക്കിയത് അവിടെ ചെന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നത് രേണുസുദിനെ ടാർഗറ്റ് ചെയ്താണ്. നിന്ന് നിക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു മസ്താനി അപ്പൊ തന്നെ താഴെ വീണ്. ബിഗ് ബോസിൽ ഫസ്റ്റ് ഡേ പോയിട്ട് താഴാൻ പറ്റും സെക്യൂർ ടൈക്കാൻ അങ്ങനെ പറഞ്ഞ മാസ് പറഞ്ഞിട്ട് കേറി. അതൊരു മാസ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്കത്താനെ പോരെ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇട്ട് മാസമായിട്ട് ബിഗ് ബോസിൽ പോയിട്ട് അവിടെ കിടന്ന് പട്ടിഷോ. പക്ഷെ അല്ല ഞാന് സത്യമായിട്ട് അല്ല എനിക്കറിയത്തില്ല മസ്താനീനെ. സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, മറ്റേ എന്താ പറയാ ചാനലില് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇതൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല രീതിയിൽ എനിക്കറിയാം. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ചാറ്റ് ചെയ്തിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നല്ല രീതിക്ക് അത് കളിച്ച് പോരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് ബോറൊരു പുള്ളിക്കാരുടെ ഒറിജിനൽ ക്യാരക്ടർ എടുത്ത പുള്ളിക്കാരിക്ക് ഹേറ്റ് വരുന്നത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചു. പുള്ളിക്കാരുടെ മാസാണ് പുറത്ത് കാണിക്കുന്നതെന്ന്. കാരണം രേണുസുതി ടാർഗറ്റ് ചെയ്യുന്നു. റെന ഫാത്തിമയ്ക്ക് എന്തോ ബാഡ് ആയിട്ട് പറഞ്ഞാൽ കുട്ടി അവിടെ ഇരുന്ന് കരയുമായിരുന്നു. എന്തോ ബോയ് ഫ്രണ്ടിനെയൊക്കെ വെച്ച് പറയുന്നത് ഭയങ്കര മോശമായിട്ട് അങ്ങനെയൊക്കെ. ഇപ്പൊ അഖിൽമാരെ കയറിപ്പോയിട്ട് മസ്താനിക്ക് ഒരു സംഭവം കൊടുത്തിരുന്നു. കാരണം മസ്താനി പറഞ്ഞു ഐ ആം ദ ഫാദർ. അതിന് അഖിൽമാരെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് ഇപ്പൊ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ആയിട്ടുണ്ട്. മസ്താനി കയറുമ്പോൾ അടിപൊളിയായിരിക്കും. എന്തൊക്കെയായിരുന്നു മേളവും അതും ഇതും. അത് ഫസ്റ്റ് ഡേ തന്നെ പുള്ളിക്കാരിയുടെ വില അങ്ങ് പുള്ളിക്കാരി രേണുസുദിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒന്നാമത്തെ ഇവരെല്ലാം ഈ പേഴ്സണൽ കാര്യം വെച്ചിടുന്നത്. രേണുസുദിന്റെ അടുത്ത് പറഞ്ഞു എന്താ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല എന്റെ കൂടെ. അതൊരു ഭാര്യ ഇങ്ങനെ പറയത്തുള്ളൂ. ഇപ്പൊ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് മരിച്ചു എന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ എനിക്ക് ചിലപ്പോ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ, ഈ ആൾ എന്നോടൊപ്പം ഉണ്ട്. ഇപ്പൊ ഞാൻ ചിത്രയോട് പറയുവാണ്, ചിത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാള് മരിച്ചു. ചിത്ര പറയുക ഇല്ല എന്റെ ഒപ്പം ഉണ്ട്. അപ്പൊ ഞാൻ ഇല്ല അയാൾ ചത്തങ്ങ് പോയി, അയാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഉള്ളാവുന്ന ഒരു ഹേർട്ടിങ് രേണുസുധിക്ക് സഹിക്കാൻ പറ്റുന്നതാണ് ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത്. പുള്ളിക്കാരിക്ക് പറ്റത്തില്ല. പുള്ളിക്കാരിക്ക് വോട്ടിംഗ് ഉണ്ട്. ലാലേട്ടൻ വരെ പറഞ്ഞു വോട്ടിങ്ങും കാര്യങ്ങളും എന്തിനാ ഈ പറയും. പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. കാരണം അവർ അത്രയുമാണ് അതിലിങ്ങനെ മെന്റലി ഒരു ഹസ്ബൻഡ് മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ രേണുസുധി ഇങ്ങനെ കൊല്ലാൻ അവർ ഹസ്ബൻഡിനെ കൊന്നോ എന്നിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവര് ആൾക്കാരെ പറഞ്ഞത് ഇവര് മറ്റേ സുധിച്ചേട്ടനങ്ങ് ഇവരങ്ങ് കൊന്നു എന്നാണ് ആൾക്കാരുടെ ഒരു. കാരണം അവരെ ഹസ്ബൻഡ് മരിച്ചിട്ട് അവർക്ക് ജീവിക്കണ്ടേ. ഈ മസ്താനി ചെലവിന് കൊടുക്കുവോ? അന്ന് ബിഗ് ബോസ് കയറുന്നത് സുധിച്ചേട്ടാ ഞാൻ വന്നു. അത് അവരുടെ ശൈലി. അത് അവരങ്ങനെ പറയും. ചിലവര് വേറെ ഇതായിട്ട് കയറി വരുന്നു ഞാനിപ്പോ പൊളിക്കും. അത് അവർക്ക് അവരുടെ ശൈലിയിൽ അത് അവര്. എനിക്ക് രേണുസുധി ഭയങ്കര കാര്യമാണ്. പുള്ളിക്കാരി എന്തൊക്കെ പറഞ്ഞാലും പക്ഷെ ഇവർ ഈ പേഴ്സണൽ കാര്യം വെച്ച് മസ്താനി ഇവരെല്ലാം പേഴ്സണൽ കാര്യം വെച്ച് ഇടുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നോറേനെ പറഞ്ഞൊക്കെ ഭയങ്കര ബോറായിപ്പോയി. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ എനിക്ക് ഇതിനോടൊന്നും വലിയായിട്ട് ഇഷ്ടപ്പെടില്ല ആ ഒരു ഇതിന്. അതായത് ഇവർക്കൊക്കെ ബിഗ് ബോസ് എന്ന് മനസ്സിലായത് ഇതാണ്. കുറെ കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ച് ലോക്കലായിട്ട് പ്രോഗ്രാം ഇപ്പൊ ലോക്കലായിട്ട് എന്ന് വെച്ചാൽ ആ ഒരു പ്രോഗ്രാമിന്റെ കഴിഞ്ഞ സീസൺ തൊട്ടേ ലാലേട്ടൻ സീസൺ ആയപ്പോ പക്കാ ലോക്കലായിട്ടുണ്ട്.
ലാലേട്ടന്റെ വില കളയുക എന്ന് വെച്ചാൽ ആ ഒരു പ്രോഗ്രാമിലോട്ട് വന്ന് ഇതിന്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തെറി വിളിക്കുക, മസ്താനെ അങ്ങോട്ട് വിളിക്കുന്നു, മറ്റവൻ തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നു, എന്തൊക്കെയാ. അല്ല ഇതിപ്പോ നമ്മൾ കിടന്ന് ചർച്ച ചെയ്യുമ്പോഴത്തേനും വേറെ ആരെങ്കിലും കമന്റ് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് കമന്റ് ഓ നമുക്കൊക്കെ അസൂയാണെന്ന്. എനിക്ക് സത്യം നമുക്ക് അസൂയല്ല ഒരു പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. നമ്മൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് നമ്മുടെ ജോലി ചെയ്താണ്, നമ്മളിത് ഡിസ്കസ് ചെയ്യും. അല്ലാതെ ഒരു ഫോൺ എടുത്ത് യൂട്യൂബ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു. നിങ്ങൾക്ക് അവർക്ക് അവരുടെ ഒപ്പീനിയന് പറയാം. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ പറഞ്ഞതിനൊക്കൊന്നും വേറെ പണിയില്ല. നമുക്ക് പണിയുണ്ട്, നമ്മുടെ പണി ഇതിങ്ങനെ നമുക്ക് മന്ത്ലി ഇൻകം കിട്ടുന്നുണ്ട്, നമ്മൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കമന്റ് ചെയ്യുന്ന ആൾക്കുണ്ട്, ഇവരൊക്കെ വേറെ പണിയില്ല. ഈ കാണുന്ന നിങ്ങൾക്ക് പണിയില്ല, അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഞാൻ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് നമ്മുടെ ജോബാണ്. നമ്മൾ അതിന് ഓരോരുത്തർക്കും ഓരോട്ടുള്ള ഇതുണ്ട്. നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് ബിഗ് ബോസ് ഞാനിപ്പോ ഞാൻ ഫസ്റ്റ് ഡേ എപ്പോഴും കാണും. ലൈവൊക്കെ 24 hours കാണും. പക്ഷെ ഇത്രയും കച്ചറ പരിപാടി ആയപ്പോ ഞാൻ ലൈവൊക്കെ കാണുന്നത് ഇപ്പൊ ഞാൻ കാണാറില്ല. എന്തെങ്കിലും ക്ലിപ്പൊക്കെ വരുമ്പോ മാത്രമേ കാണുള്ളൂ. വെറുതെ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര ടോക്സിസിറ്റി മാത്രമാണ് ഉള്ളിലേക്ക് നിറയുന്നത്. എനിക്കൊന്ന് കുഞ്ഞു കുട്ടികളൊന്നും കാണിച്ചൊന്നും കൊടുക്കുകയേ ചെയ്യരുത്. അതൊന്നും ഇല്ല പഠിക്കാൻ. കാണിച്ചു കൊറേ തെറിയൊക്കെ പഠിക്കാം. നമുക്ക് കൊറേ നല്ല നല്ല തെറികൾ പഠിക്കാം. എങ്ങനെ ആയിരിക്കണം പിന്നെ പഠിക്കാം എങ്ങനെ ആയിരിക്കണം ഒരു ആള്. നമുക്ക് പഠിക്കാൻ പറ്റും എങ്ങനെ ആവരുത് ഒരു മനുഷ്യൻ എന്നുള്ളത് നമുക്ക് അതിനകത്ത്. കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിനൊക്കെ ഇത്രയും പുള്ളി ചെയ്തപ്പോ ഞാൻ അതിനെക്കാട്ടി അതൊന്നും അല്ല. ആ പ്രോഗ്രാമൊക്കെ ഇത് വെച്ച് നോക്കിയപ്പോ ഇത് ഭയങ്കര മോശം ടോക്സിക്കിന്റെ അങ്ങേ അറ്റാവാണ്. എനിക്കൊന്ന് അടുത്തൊരു ബിഗ് ബോസും കൂടി വരുമ്പോ പൂർത്തിയായി. ബിഗ് ബോസ് ഒക്കെ സ്റ്റാർട്ടിങ് കൊള്ളായിരുന്നുള്ളു. പിന്നത്തെ ഇവിടുത്തെ കാസ്റ്റിംഗ് കൊള്ളത്തില്ല. അതിന്റെ പ്രശ്നമാണ്. കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരെ പിടിച്ചു നിർത്തി. അല്ല അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് കണ്ടന്റ് കിട്ടില്ല. അതിന്റെ ആയിരിക്കും. എന്നാൽ തോന്നിയവാസവും അതേ ഉള്ളൂ. അതാണ് അത്. എത്ര നമ്മൾ ഒരു ഗെയിം കളിക്കുന്ന ഒരു ഷോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോബോട്ടല്ല, സ്വിച്ച് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മുടെ ഒരു മനസ്സാണ്. അത് അവരെ മൈൻഡിൽ നിന്ന് പോകത്തില്ല. അവർ രണ്ടുപേരും മാത്രമായിട്ട് ജീവിക്കുന്നത്. അവർക്കൊരു പാരന്റ് സപ്പോർട്ട് ഇല്ല, അവർക്ക് ആരും ഇല്ല. അത് നമുക്ക് മനസ്സിലാവും. അപ്പം അവരത്രയും ഹേർട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷമം. ഇത് ഉണ്ടാവാതിരിക്കട്ടെ ഇനി ആ ബിഗ് ബോസ് എന്ന് ഞാൻ വിചാരിക്കുന്നു.